പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയുമായി നിങ്ങളുടെ അരികിൽ വരുവാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായെന്ന് വ്യക്തിപരമായി എന്നെ അറിയിക്കുന്നത്, പ്രത്യേകിച്ച് ഇതിനകത്ത് കമൻറ്റിലൂടെ അറിയിക്കുന്നവർ, അനേക ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ എല്ലാവർക്കുമായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാം ഒന്നോ രണ്ടോ ജുമ്മാ ഒരു അകത്ത് വന്നൊരു പ്രകാശനം പെട്ടെന്ന് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോട് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ വലിയ പ്രതികരണം, നിങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദിവസവും 1000 പേരിലധികം കമൻറ്റിൽ പ്രതികരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, അതിനുവേണ്ടി പ്രത്യേകം യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഗ്രേസ് ഫാമിലി ചാനൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ടിജോ തോമസ് എന്ന് പറഞ്ഞ അടുത്തൊരു ചാനൽ തുടങ്ങിയതിൻ്റെ കാരണം ഇത് മാത്രം അപ്ലോഡ് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വീഡിയോയും 10,000-ലധികം ആളുകൾ എല്ലാ ദിവസവും ഒരു 10-16 മണിക്കൂറിനകത്ത് കാണുന്നു. ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ ഞങ്ങൾ ഇറങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. യാത്രകൾ കാരണം ഇച്ചിരി പ്രയാസമുണ്ട്, എങ്കിലും ബുദ്ധിമുട്ടിയാണേലും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താണ് ഈ ലൈവ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈവിൽ വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വാക്കുകളാൽ താങ്ങുന്ന ഒത്തിരി പേരുണ്ട്. അവരിത് കണ്ടിട്ട് വളരെ ഡീറ്റെയിലായിട്ട് അത് അനുഗ്രഹമായതൊക്കെ ഞാൻ പറയുന്നത് ഒരു സാക്ഷി പറയുന്ന മാത്രമല്ല, ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വളരെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന, സത്യത്തിൽ അത് മനുഷ്യരായതുകൊണ്ട് ഞങ്ങൾക്കത് ആവശ്യമാണ്. കാരണം തിരക്ക് കാരണം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കണം. ഓക്കെ, ഈ ദിവസങ്ങളിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ചില മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി 1-2 ഇടത്തോട് നടക്കാനുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പൂനെയിലൊക്കെ നടന്ന മീറ്റിംഗ് വളരെ വളരെ അനുഗ്രഹമായിരുന്നു. ഇത് രാവിലത്തെ വോയിസ് ഓഫ് ഗ്ലോറി കണ്ടിട്ട് മലയാളി കുടുംബങ്ങൾ, ഹിന്ദി മീറ്റിംഗ് ആയിരുന്നെങ്കിലും മലയാളി കുടുംബങ്ങൾ ഇത് കണ്ടിട്ട് വന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇച്ചിരി കൂടെ സമയമെടുത്ത് ഇത് പറഞ്ഞതിൻ്റെ കാരണം കുറച്ച് പേരോട് ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 വചനമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8. നമുക്ക് സുപരിചിതമായ വചനങ്ങളാണ്. നമ്മളിവിടെ പറയുന്ന വചനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ പരിചയമുള്ള വാക്യങ്ങളെ ഇച്ചിരൂടെ പ്രാക്ടിക്കലാക്കി പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്കി പറയുന്നത് കൊണ്ടാണ് അതിനകത്തൊരു പുതുമയായി നിങ്ങൾക്ക് അനുഭവമാകുന്നത്. പരിശുദ്ധാത്മാവിന് അങ്ങനെ ആണല്ലോ. വചനം നമുക്ക് എല്ലാ ദിവസവും വചനത്തിനെപ്പോഴും ഒരു പുതുമയുണ്ടല്ലോ. അതൊരു ചരിത്രമായി ഉറങ്ങുന്നതല്ല, ഓരോ ദിവസവും അതിൻ്റെ പുതുമയിൽ ലഭിക്കുന്നതാണ്. ഒരു അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ കേട്ടതാണേലും ഇന്നത്തെ വചനം നിങ്ങൾക്കൊരു പുതിയ അനുഭവത്തെ തരട്ടെ. നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. നിങ്ങൾ എൻ്റെ സാക്ഷിയാകും. യേശു പറയുകയാണ് സാക്ഷിയാകും. ആ സാക്ഷിയാകും എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് സാക്ഷ്യങ്ങൾ തന്നെ രക്തസാക്ഷിത്വമുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്ന, അത് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സാക്ഷി പറയുന്നതുണ്ട്. നിങ്ങൾ ഈ സാക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു കോടതി ഭാഷയാണ്. കോർട്ടുമായി ബന്ധപ്പെട്ട ലാംഗ്വേജാണത് സാക്ഷി എന്നതൊക്കെ. അന്നേരം സാക്ഷ്യം എന്നത് പഠിച്ചിട്ട് പറയേണ്ടതല്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, സാക്ഷ്യം പഠിച്ചു പറയേണ്ടതല്ല. സാക്ഷ്യം അനുഭവിച്ചവർ, കണ്ടവർ പറയേണ്ടതാണ്.
നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? സാക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഡിഗ്രി എടുത്ത് പറയേണ്ടതല്ല. നിങ്ങൾ അവൻ്റെ സാക്ഷിയാകാൻ ഉദ്ദേശിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിച്ചിട്ട് പറയേണ്ടത് കള്ളസാക്ഷ്യമാണ്. ഇപ്പോൾ കോടതിയിൽ ജഡ്ജി വിളിക്കുമ്പോൾ സാക്ഷി പറയാൻ നിൽക്കുന്നയാൾ ഒരു കേസ് കണ്ടു, കേട്ടു, അതിൻ്റെ ഭാഗമായി ഒരു സാക്ഷ്യത്തിന് നിൽക്കുമ്പോൾ ആ ആളിനെ സംബന്ധിച്ച് ആരും പഠിപ്പിക്കേണ്ട, കണ്ട കാര്യം പറഞ്ഞാൽ മതി. അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിങ്ങനെയാണ് പറയണം, ഇത് പറയണം, അത് പറയണം, ഇന്ന ചോദ്യം വരും. കണ്ട ആളിനെ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും കാണാതെ കള്ളത്തരം പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരാണ് പഠിച്ചിട്ട് പറയേണ്ടത്. യേശുവിനെ നിങ്ങൾ സാക്ഷി പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് യോഹന്നാൻ വായിക്കുന്നത് ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ട്, ഞങ്ങൾ രുചിച്ചറിഞ്ഞ സുവിശേഷമാണ് നമ്മൾ പറയേണ്ടത്. പഠിച്ചറിഞ്ഞത് മാത്രം പറയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആ പഠിച്ച കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞത് പറയണം, സാക്ഷ്യമാകുക. അപ്പോൾ തന്നെ സാക്ഷ്യമാകാൻ പറഞ്ഞ കർത്താവ് ഈ കോടതിയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം കോടതിയിൽ 2 ആളുകളാണ് കേസിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്. ഒന്ന് ഇര, വിക്ടിം, 2 സാക്ഷി. ഈ 2 ആളുകളാണ് കോടതിയിലുള്ളത്. ഇതുപോലെ ഒന്നെങ്കിൽ നാം ഇരകളായിരിക്കും, അതല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം. പിശാച് ആഗ്രഹിക്കുന്നത് അവൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇരയായി തീരുക എന്നതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതിയുടെ സാക്ഷിയായി തീരുക. ഒന്നുകിൽ ഇരയായിരിക്കും, അല്ലെങ്കിൽ സാക്ഷിയായിരിക്കും. നിങ്ങൾ ഏത് ഭാഗത്ത് ആരാണെന്ന്, ഏതിലാണെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ഇരയാണോ സാക്ഷിയാണോ? ഇരയെന്ന് പറഞ്ഞാൽ സഹതാപം കിട്ടുന്ന ഒരു സ്ഥലമാണ്. സഹതാപം ഉണ്ടാവും. ആളുകൾക്കെല്ലാം ഇരകളോടാണ് ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വിക്ടീമിനെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിന് കൂടുതൽ ആളുകളും ഇരയുടെ ഭാഗത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തൊരു സെൻറ്റിമെൻ്റലുണ്ട്. ആരോ ചെയ്തു വെച്ച ഒരു ദോഷം പ്രവൃത്തിയുടെ ഇരയായി പോവുക. ഇരയെന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആരുടെയോ വിജയത്തിൻ്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ട വന്ന ആളായി പോവുക, അതാണ് ഇര. അല്ലെങ്കിൽ ആരുടെയോ ഒരു സന്തോഷത്തിനെയോ സുഖത്തിനെയോ ജയത്തിനെയോ വേണ്ടി ജീവിതം ഹേമിക്കേണ്ട വന്നവർ, ഇരയായി പോകുന്നവർ. കർത്താവ് നമ്മളെ ഇരയാകാൻ വിളിച്ചതല്ല. കർത്താവിൻ്റെ മക്കൾ ഇരയാകേണ്ടവരും അല്ല. അത് ദാരിദ്ര്യത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ ഇരയാകാൻ വിളിച്ചതല്ല. കർത്താവ് നമ്മെ വിളിച്ചത് അവൻ്റെ ജീവനുള്ള ഉയർപ്പിൻ്റെ സാക്ഷിയാകാനാണ്. എത്ര പേര് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതിയാട്ടെ. ഞാനും എൻ്റെ കുടുംബവും പൈശാചിക ലോകത്തിൻ്റെ ഇരയല്ല, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലേ ബൈബിളിൽ ഒരേ കാലഘട്ടത്തിൽ ഇരയുണ്ടാക്കാൻ പിശാചും സാക്ഷിയും ഉണ്ടാക്കാൻ കർത്താവ് നിൽക്കുന്ന പോലെ നമുക്ക് മനസ്സിലാവും. അബ്രഹാമിനെ വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങി ലോത്ത് വന്നു. ലോത്ത് പൈശാചിക ലോകത്തിൻ്റെ ഇരയായിപ്പോയി. ലോകത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇരയായി മാറി, ഉപ്പുതൂണായിട്ട് തൻ്റെ കുടുംബം. എന്നാൽ അബ്രഹാം സാക്ഷിയായി മാറി. അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി, വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി അബ്രഹാം മാറുവാണ്. ഞാൻ ബൈബിളിൽ നിന്ന് വേഗത്തിൽ പറയുകയാണ്. പത്രോസ് സാക്ഷിയായി, യൂദ ഇരയായിപ്പോയി. അബ്രഹാമിൻ്റെ കുടുംബം സാക്ഷിയായി തീർന്നപ്പോൾ ലോത്തിൻ്റെ കുടുംബം ഇരയായി. സാറ ദൈവത്തിൻ്റെ സാക്ഷിയായപ്പോൾ ഹാഗാർ ഇരയാകേണ്ട വന്നു. ഇസഹാക്ക് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറിയപ്പോൾ
അവൻ അനുഗ്രഹിക്കുന്ന ഉയർത്തുന്ന സാക്ഷിയായി മാറിയപ്പോൾ ഇശ്മായേൽ ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ ഇരയായിത്തീരുകയാണ്. അവരുടെ ഏറ്റവും വലിയ ഈ തലമുറയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇശ്മായേൽ ചെയ്യുന്ന, അല്ലെ ഇശ്മായേലിൻ്റെ തലമുറ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഇരയാക്കുന്ന പിക്ചറുകൾ, ഇരയായെന്ന് തെളിയിക്കുന്ന വീഡിയോകൾ, പിക്ചറുകൾ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ച് ആളുകളുടെ മനസ്സിൻ്റെ സിമ്പതിയെ പിടിക്കാൻ നോക്കിയാണ്. എൻ്റെ കർത്താവ് നിന്നെ ഇരയാക്കാനല്ല സാക്ഷിയാക്കാനാണ് വിചാരിക്കുന്നത്. അന്നേരം ഇരയായി സഹതാപം വാങ്ങിക്കുന്നത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകണം. അതിൻ്റെ പിന്നിലൊരു പൈശാചികതയുണ്ട്. ഏതൊരു വിഷയത്തിലും നീ ഒരു ഇരയായി തീരുക, നിൻ്റെ കുടുംബം ഒരു ഇരയായി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു പൈശാചിക പ്രോജക്റ്റിൻ്റെ ഭാഗമായി തീരുന്നു എന്നതാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഈ മുടന്തൻ എഴുന്നേൽക്കുന്ന രംഗമുണ്ട്. അവൻ സത്യത്തിൽ ഒത്തിരി പേരുടെ വരുമാന മാർഗമാണ്. അവൻ്റെ ബലഹീനതയെയാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. അവൻ ഇരയാണ്. അവൻ ഇരയാകുമ്പോൾ അവൻ്റെ സെൻറ്റിമെൻ്റലിനെയാണ് അവൻ എന്തു ചെയ്യുന്നത്? ക്യാഷാക്കാൻ നോക്കുന്നത്, ഉപജീവനമാക്കാൻ നോക്കുന്നത്. അവൻ്റെ കാല് തളർന്നതും അവൻ്റെ വീക്ക്നെസ്സുമാണ് അവൻ. ആ മുടന്തൻ 40 വയസ്സോളം പ്രായമുള്ളവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഉപജീവന മാർഗം ആക്കാൻ നോക്കുന്നു. അവൻ്റെ ബലഹീനത, അവനെ ഇര എന്ന വാദം ആണ് സെൻറ്റിമെൻ്റലിനെ വിൽക്കുകയാണ്. ഞാൻ 100% എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, സുവിശേഷകന്മാരോട് പ്രത്യേകിച്ച്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൻറ്റിമെൻ്റലിൽ വിറ്റ് ശുശ്രൂഷിക്കരുത്. എന്ന് വെച്ചാൽ സെൻറ്റിമെൻ്റൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ വസ്ത്രധാരണം, ആഹാരം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട തകർച്ചകളുടെ കഥ പറഞ്ഞിട്ട് നിങ്ങളുടെ ശുശ്രൂഷയെ വിജയിപ്പിക്കാൻ ആളുകളുടെ മുമ്പിൽ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ അത് നടക്കില്ല. ഞാൻ പറഞ്ഞ ആളുകളുടെ അടുത്ത് ഒരു സെൻറ്റിമെൻ്റൽ, ഞാൻ ഇത്ര വർഷമായി ഇത് ചെയ്യുന്നു, ഇത്ര കഷ്ടതയിലൂടെയാണ് പോകുന്നത്, ഇത് അല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ അവൻ്റെ സാക്ഷിയാകണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാകണം. അപ്പോസ്തലന്മാർ വന്ന് ആദ്യത്തെ നോട്ടം ഈ വിഷയം യാചിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കുമ്പോൾ അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇരയായവനെ വീണ്ടും ഒരു സെൻറ്റിമെൻ്റിലൂടെ ആ സെൻറ്റിമെൻ്റലിൻ്റെ മുമ്പിൽ ഒരു പണം കൊടുക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. അവനെ സൗഖ്യമാക്കി അവൻ ദേവാലയത്തിനകത്ത് കൊണ്ടുപോയി സാക്ഷ്യമാക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അന്നേരം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും, നിനക്ക് നിൻ്റെ സെൻറ്റിമെൻ്റലിൻ്റെ പുറത്ത് ഒന്നും ആരും ചെയ്യാൻ സമ്മതിക്കരുത്. ഒന്നുകൂടെ ആവർത്തിക്കും, അത് ജാതി, മതം, ചിലർ പറയാറുണ്ട് അവർ പാവം പിടിച്ച ജാതി, അങ്ങനെ നിന്നെ ആരും സഹായിക്കണ്ട. അല്ലെങ്കിൽ അദ്ദേഹം ഒത്തിരി വേല ചെയ്തു, ഒത്തിരി ഉപദ്രവം കൊണ്ടു, അതൊക്കെ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമുള്ള കാര്യമാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അത് സ്വർഗത്തിൽ പ്രതിഫലമുള്ള കാര്യമാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ് ഗതികേട് പിടിച്ച ആ സെൻറ്റിമെൻ്റൽ കർത്താവ് മാത്രം കണ്ടാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ നിൻ്റെ സഹതാപം സെൻറ്റിമെൻ്റലിനെ വിൽക്കരുത് എന്ന് ഈ ഒരു പ്രവാചക ശബ്ദം പോലെ ചിലരുടെ മുമ്പിൽ അറിയിക്കുകയാണ്. ദൈവം നിന്നെ രാജാവായിട്ടാണ് വിളിച്ചത്. ദൈവം നിന്നെ രാജകീയ പുരോഹിതനായിട്ടാണ് വിളിച്ചത്. അന്നേരം നീ നിൻ്റെ സാക്ഷിയായാൽ മതി. അവൻ നിന്നെ സാക്ഷിയാകാൻ വിളിച്ചതാണ്. അന്നേരം ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഇരയല്ല, സാക്ഷിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ തലമുറയിലെ സാക്ഷ്യമാണ് ഞാൻ. സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ. ദയവ് ചെയ്ത് ആ സ്ഥലങ്ങളിലിരുന്ന് അങ്ങനെ തന്നെ വാഗൊണ്ട് പ്രഖ്യാപിച്ചാട്ട്, പറ്റുമെങ്കിൽ കമൻറ്റിൽ അത് എഴുതിയാട്ട്, ഞാൻ ഇരയല്ല, സാക്ഷ്യമാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കേൾക്കുന്നവർ ഒന്നിൻ്റെ ഇരയല്ല, എല്ലാ ദൈവരാജ്യത്തിൻ്റെയും സാക്ഷ്യമാകട്ടെ. പാപത്തിൻ്റെ ഇരയല്ല, രോഗത്തിൻ്റെ ഇരയാകരുത്, ശാപത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ഒന്നും ഇരയാകാതെ സുവിശേഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ആരോഗ്യത്തിൻ്റെ, വിശുദ്ധിയുടെ സാക്ഷിയായി ദൈവം ഈ ജനത്തെ ബ്ലെസ് ചെയ്യണമേ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഇതിനകത്തിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ ഇതുവരെയുള്ള എല്ലാ സെന്റിമെന്റിലും എടുത്ത് കളയുക, സാക്ഷിയാക്കാൻ പോവുകയാണ്. അടുത്ത 3 വർഷത്തിനകം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇപ്പോൾ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, അടുത്ത 3 വർഷത്തിനകത്ത് ഒരു ഉയർപ്പിൻ്റെ സാക്ഷിയാകാൻ, നീനെ
പിശാച് കഴിഞ്ഞ നാളുകളിൽ ഇരയാക്കി തീർത്ത് നിൻ്റെ സാഹചര്യങ്ങളെ ഒരു സെൻറ്റിമെൻ്റൽ മൂഡിൽ കൊണ്ട് നിർത്തിയേക്കുകയാണ്. അവിടെ നിന്ന് നിന്നെ ഉയർപ്പിൻ്റെ സാക്ഷിയാക്കാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിനെ മൊത്തം ദൈവം മടക്കിത്തരും. അത് ഞാൻ പറയുന്നത് സമ്പത്ത് മാത്രമല്ല, ശുശ്രൂഷയെ, നിൻ്റെ അംഗീകാരത്തെ, നീയുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ സ്വസ്ഥതയെ ദൈവം മടക്കിത്തരും. ദൈവത്തിൻ്റെ കൃപ മഞ്ഞുപോലെ മഴ പോലെ നിൻ്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വലിയ ദൈവപ്രവൃത്തി നിന്നെയും നിൻ്റെ കുടുംബത്തെയും സാക്ഷിയാക്കി മുൻപന്തി നിർത്താൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ അതിന് ഒരാമയും പറഞ്ഞാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ ഞങ്ങളെ കാണുന്ന സഹോദരങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഇതിനകത്ത് എഴുതുക. ഞങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹാദയും ദൈവത്തിൻ്റെ മഹാകൃപയും ദൈവം പകരട്ടെ. ഇരയല്ല, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. വിക്ടിമല്ല, ഞാൻ കർത്താവിൻ്റെ വിറ്റ്നസ്സാണ്. ആമേൻ.